എല്ലാവർക്കും നമസ്കാരം. ഇറ്റ്സ് മീ വിസ്ല. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വിസ്ലാസ് വൈബ്രന്റ് വിഷൻസ്. അപ്പോൾ നമ്മളുടെ രാമായണ മാസം തുടങ്ങിയിട്ട് ഇന്നേക്ക് 16ാമത്തെ ദിവസമായി. എല്ലാവരും കഥ കേൾക്കാൻ വേണ്ടിയിട്ട് ഉത്സാഹത്തിൽ നിൽക്കുകയായിരിക്കും. അതിനു മുമ്പ് എന്നും പറയുന്നത് പോലെ ഒരു കാര്യം പറയട്ടെ. എൻ്റെ ചാനലിൽ പ്ലേലിസ്റ്റ് ആയിട്ട് ഇതുവരെയുള്ള കഥകൾ മൊത്തം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാത്തവരാണ് എന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഓർഡറിൽ കണ്ടുവന്ന ശേഷം ഇന്നത്തെ കഥ കാണുമ്പോൾ മാത്രമേ ആ കണ്ടീഷനോട് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പം ശരി, ഒട്ടും വൈകിപ്പിക്കുന്നില്ല, നമുക്ക് ഇന്നത്തെ കഥയിലോട്ട് പോവാം. നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് സീതാദേവിയെ രാവണൻ അപഹരിച്ചു കൊണ്ടുപോകുന്നവിടെയാണല്ലേ. എന്നിട്ട് ജഡായു വന്ന് തടഞ്ഞപ്പോൾ ജഡായുവിൻ്റെ ചിറകുകള് രാവണൻ വെട്ടി. എന്നിട്ട് ജഡായു നിലം പതിക്കുകയാണ് ചെയ്തത്. അപ്പോഴോ ശ്രീരാമനാണെങ്കിൽ ആ മാനിനെ കൊല്ലാൻ പോയിട്ട് അവിടെ തിരിച്ചു വന്ന് നോക്കുമ്പോൾ അവിടെ സീതാദേവിനെ കാണാനില്ല. എന്നിട്ട് ലക്ഷ്മണൻ അവിടെ കണ്ടുമുട്ടുകയാണ്, ലക്ഷ്മണനും ശ്രീരാമനും തമ്മിൽ. കാരണം ലക്ഷ്മണൻ ശ്രീരാമൻ അന്വേഷിച്ചിട്ടാണല്ലോ ആ കരച്ചിൽ കേട്ടിട്ട് പോയത്. അപ്പൊ ലക്ഷ്മണനോട് ചോദിക്കുകയാണ്, എവിടെ സീത, എന്തിനാണ് എന്നെ തേടി വന്നത്, സീതേനെ ഒറ്റയ്ക്കാക്കി വരരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നൊക്കെ ലക്ഷ്മണനോട് ചോദിക്കുന്ന സമയത്ത് നടന്ന സംഭവങ്ങളൊക്കെ എന്താണ് ശ്രീരാമനോട് ലക്ഷ്മണൻ പറയാണ്. അപ്പൊ എന്താണ്, ആരുടെ ഭാഗത്ത്, സീതയുടെ ഭാഗത്താണോ ലക്ഷ്മണന്റെ ഭാഗത്താണോ ശരി എന്നുള്ളത് അവിടെ ചിന്തിച്ച് നിൽക്കാൻ ശ്രീരാമന് സമയമില്ല. നേരെ അവര് സീതേനെ തേടിയിട്ട് ഇറങ്ങാണ്, കാട്ടിൽ കൂടെ പിന്നെ സഞ്ചരിക്കുകയാണ്. അതേ സമയത്ത് സീതാദേവി അവിടെ രാവണന്റെ പുഷ്പക വിമാനത്തിൽ ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ വിമാനം സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മലമുകളില് കുറച്ച് വാനരന്മാരിയ്ക്കുന്നത് സീതാദേവി കണ്ടു. അപ്പൊ എന്നെ തേടി വരുന്ന ശ്രീരാമന് എന്തെങ്കിലും ഒരു ഉപകാരമാവട്ടെ എന്ന് പറഞ്ഞിട്ട് സീതാദേവി തൻ്റെ ആഭരണങ്ങളൊക്കെ ഒന്ന് അഴിച്ച് ഒരു തുണിയിൽ കെട്ടി ആ മലയുടെ മുകളിലേക്ക് ഇട്ടു. എന്നിട്ട് ആ പുഷ്പക വിമാനം നേരെ പോയത് ലങ്കയിലേക്കാണ്. കടലും കടന്ന് വേണം ലങ്കയിലേക്ക് പോവാൻ. അങ്ങനെ ലങ്കയിൽ എത്തിയിട്ട് രാവണൻ പുഷ്പവിമാനത്തിൽ നിന്ന് സീതാദേവിയെ ഇറക്കി കൊണ്ടുപോയി തൻ്റെ അന്തപുരത്തിൻ്റെ അടുത്തുള്ള അശോകവനം എന്ന് പറയുന്ന ഒരു വനത്തിൽ ശിംശിബ വൃക്ഷം പറഞ്ഞ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയിട്ട് ആക്കിയിട്ട് സേവ ചെയ്യാൻ വേണ്ടിയിട്ട് സീതാദേവിനെ പരിപാലിക്കാൻ കുറേ രാക്ഷസിമാരെ അവിടെ കൂടെ നിർത്തി. എന്നിട്ട് രാവണന്റെ പാട്ടിന് പോയി അവിടെ കൊണ്ടാക്കിയിട്ട്. അപ്പോൾ അതേസമയം ഇവിടെ എന്തായി, ശ്രീരാമനും ലക്ഷ്മണനും ഇങ്ങനെ സീതാദേവിയെ അന്വേഷിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ പോയി എന്നുള്ളത് അറിയാതെ ഏതോ രാക്ഷസം വന്ന് അപഹരിച്ചതാണ് എന്ന് എന്തായാലും വ്യക്തമായിട്ട് മനസ്സിലായി. അതിനു വേണ്ടിയിട്ടാണല്ലോ ശ്രീരാമന്റെ ശ്രദ്ധ തിരിച്ചതും ആ രാക്ഷസൻ രാമന്റെ സൗണ്ടിൽ കരഞ്ഞതും ഒക്കെ മാരീചൻ. അപ്പൊ അതവർക്ക് മനസ്സിലായി. വനദേവതമാരോട്, പക്ഷികളോട്, മൃഗങ്ങളോടും ഒക്കെ ചോദിച്ചു സീതാദേവി എവിടെ പോയി എന്ന് കണ്ടു എന്ന്. ആർക്കും ഉത്തരം അറിയുന്നില്ല, എവിടെ പോയി എന്ന് കണ്ടില്ല എന്ന് പറയാണ്. പിന്നെ അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജഡായുവിനെ കാണുന്നത്. ജഡായു ആണെങ്കിൽ അവിടെ 2 ചിറകുകളും അറ്റു മരണവേദന അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ജഡായു പറയാണ്, രാവണനാണ് സീതാദേവിയെ തട്ടിക്കൊണ്ടു പോയത്. ഞാൻ തടയാൻ ശ്രമിച്ച സമയത്ത് എനിക്ക് സംഭവിച്ച ഗതിയാണിത്. അങ്ങ് വേഗം പോയി സീതാദേവിയെ രക്ഷിക്കണം, ലങ്കയിലാണ് രാവണൻ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. എനിക്ക് എന്തായാലും ഭഗവാനെ സഹായിച്ചുകൊണ്ട് മരിക്കാൻ പറ്റിയത് എൻ്റെ ഭാഗ്യം തന്നെയാണ്. ദേവി, ഇത് ഭഗവാൻ എനിക്ക് മോക്ഷം തന്നാലെന്ന് ജഡായു പറയുന്ന സമയത്ത് ശ്രീരാമൻ ജഡായുവിനൊക്കെ ഒഴിഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഭഗവാന്റെ സ്പർശനമേറ്റ് ജഡായു മരിച്ച് മോക്ഷം നേടുകയാണ്. എന്നിട്ട് ശ്രീരാമനും ലക്ഷ്മണനും കൂടി ജഡായുവിൻ്റെ അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്ത ശേഷം അവിടെ നിന്ന് പിന്നീടും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. സഞ്ചരിക്കുന്ന സമയത്ത് ആ വിരാധവനവും കഴിഞ്ഞ് അവർ പുതിയൊരു ഘോരമായിട്ടുള്ള വനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആ സമയത്ത് മറ്റൊരു രാക്ഷസനെ അവർക്ക് നേരിടേണ്ടി വരികയാണ്. ആ രാക്ഷസന്റെ പേരാണ് കബന്ധൻ എന്ന് പറയുന്നത്. ആ രാക്ഷസനുണ്ടല്ലോ, നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല, ഭയങ്കരമായിട്ടുള്ള ഒരു വികൃത രൂപമാണ്. അത് പറഞ്ഞാൽ കണ്ണും മൂക്കൊന്നുമില്ല, ഈ തല വന്നിട്ട് നെഞ്ചിലാണ് ഇരിക്കുന്നത്, കിലോമീറ്ററുകളോളം നീണ്ട കൈകളും. അങ്ങനെ ഒരു വിരൂപമായിട്ടുള്ള രൂപമാണ് ആ രാക്ഷസനുള്ളത്. ആ നീണ്ട കൈകൾ വന്നിട്ട് ശ്രീരാമനെയും ലക്ഷ്മണനെയും പിടിക്കുകയാണ്. ആ സമയത്ത് തന്നെ മനസ്സിലാവാണ് രാക്ഷസന്റെ പിടിയിൽ പെട്ടു, ഇനി നമുക്ക് നോക്കി നിന്നിട്ട് കാര്യമില്ല, വേഗം ഈ രാക്ഷസനെ വധിച്ചിട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് ശ്രീരാമൻ വലത് കൈയും ലക്ഷ്മണൻ ഇടത് കൈയും വെട്ടുകയാണ് ആ രാക്ഷസന്റെ. അതോടുകൂടി ആ കബന്ധൻ എന്ന് പറയുന്ന രാക്ഷസൻ മരിച്ച് അതിൽ നിന്ന് ഒരു ദിവ്യമായ ഗന്ധർവന്റെ രൂപം പുറത്തു വരികയാണ്. എന്നിട്ട് തനിക്കുണ്ടായ കഥ ആ ഗന്ധർവൻ ശ്രീരാമനോടും ലക്ഷ്മണനോടും പറയാണ്, താൻ എങ്ങനെയാണ് ഈ കബന്ധന്റെ രൂപത്തിൽ ആയത് എന്നുള്ളത്. ആ വന്ന ദിവ്യരൂപം ഒരു ഗന്ധർവ രാജാവായിരുന്നു. അദ്ദേഹം കുറേ തപസ്സൊക്കെ ബ്രഹ്മാവിനെ ചെയ്ത് കുറേ വരങ്ങളൊക്കെ ആർജിച്ചെടുത്തു. അയാളെ കാണാൻ അത്രയും സുന്ദരനായിട്ടുള്ള വ്യക്തിയായിരുന്നു, കണ്ടാൽ എല്ലാവരും മോഹിച്ചു പോകുന്ന രൂപം. അപ്പോൾ ഈ സൗന്ദര്യത്തിലൊക്കെ ആ ഗന്ധർവ രാജാവിന് വളരെയേറെ അഹങ്കാരം ഉണ്ടായിരുന്നു.
തൻ്റെ സൗന്ദര്യം നല്ല ഭംഗിയുള്ള മുടിയും നല്ല ആഭരണങ്ങളൊക്കെ ധരിച്ചിട്ട് വളരെ ഭംഗിയുള്ള ആ ശാരീരിക സൗന്ദര്യത്തിൽ ആ ഗന്ധർവ രാജാവിന് വളരെയേറെ അഹങ്കാരം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ആ രാജാവ് എന്ത് ചെയ്തു, ഒരു ദിവസം അഷ്ടാവക്ര മുനിയെ കണ്ടു. അഷ്ടാവക്ര മുനി എന്ന് പറയുന്നത് വളരെ സിദ്ധനായിട്ടുള്ള ഒരു മുനിയാണ്. ഒരുപാട് ശക്തികളും തപശക്തിയും ഉള്ള ഒരു മുനിശ്രേഷ്ഠനാണ് അഷ്ടാവക്രൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ആ പേര് വരാൻ കാരണം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ 8 വക്രങ്ങളുണ്ട്. 8 വക്രങ്ങൾ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ 8 ഭാഗത്തായിട്ട് ഓരോ വളവുകളുണ്ട്. അതുകൊണ്ടാണ് ആ മഹർഷിക്ക് അഷ്ടാവക്രൻ എന്ന് പേര് വരാൻ കാരണം. ഒരു ദിവസം ഈ ഗന്ധർവൻ ഈ മഹർഷിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിലുള്ള ഈ വളവുകളെ കുറിച്ചൊക്കെ പറഞ്ഞ് കളിയാക്കി, ഒരുപാട് കളിയാക്കി ഈ ശരീരത്തിലെ വളവുകളിലൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അഷ്ടാവക്ര മുനി കോപിഷ്ഠനായിട്ട് ശപിച്ചു, നീ ഒരു രാക്ഷസനായി മാറട്ടെ എന്ന്. അപ്പൊ തന്നെ എന്തായി, ആ ഗന്ധർവ രാജാവ് രാക്ഷസനായി മാറി. കഴിഞ്ഞില്ല, രാക്ഷസനായിട്ടേ മാറിയുള്ളൂ, അത് സാധാരണ രാക്ഷസൻ. ആ രാക്ഷസനൊക്കെ മാറിയിട്ട് ഈ വിരൂപമായിട്ടുള്ള കബന്ധനായത് എങ്ങനെയാണ് എന്നുള്ള കഥയും കൂടി അറിയണ്ടേ. അതായത് ഈ രാക്ഷസനായ സമയത്തും ഇദ്ദേഹത്തിന് കുറെ തപസ്സിന്റെ വരങ്ങളൊക്കെ കിട്ടിയതിന്റെ ഒരു അഹങ്കാരമുണ്ട്. ആ അഹങ്കാരം വെച്ചിട്ട് ഇന്ദ്രന്റെ കൂടെ, ദേവരാജാവായി ഇന്ദ്രന്റെ കൂടെ യുദ്ധം ചെയ്യാൻ പോയി ആര്, ഈ രാക്ഷസൻ. എന്നിട്ട് എന്തായി, ദേവരാജാവായി ഇന്ദ്രൻ വജ്രായുധം എടുത്ത് അയാളുടെ തല അറുത്തു. ആ സമയത്തോ ഇയാളുടെ തപശക്തി, കുറെ വരങ്ങൾ ഉള്ളത് കൊണ്ട് ഇയാൾ മരിച്ചില്ല. ആ അറുത്ത തല വന്ന് നെഞ്ചിന്റെ ഭാഗത്ത് ഫിക്സായി. അപ്പൊ എന്തായി, എന്നിട്ട് ആ സമയത്ത് ഇത്രയും തപശക്തി ഉള്ള ഒരാളെ ദേവേന്ദ്രൻ വധിച്ചപ്പം നിനക്ക് ജീവികളെ പിടിച്ച് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് നീണ്ട കൈകളും കൂടി വന്നോട്ടെ എന്ന് ദേവേന്ദ്രൻ പറഞ്ഞു. അങ്ങനെ ആണ് ഈ തല വന്നിട്ട് നെഞ്ചിലും നീണ്ട കൈകളും ആയിട്ടുള്ള ഒരു സത്വം ആയിട്ട് ആ രാക്ഷസൻ മാറിയത്. പിന്നീട് അതിൻ്റെ പേര് കബന്ധൻ എന്നായി. എന്നിട്ട് എനിക്ക് മോക്ഷം തന്നതിന് നന്ദി, എനിക്ക് ശാപമോക്ഷം തന്നത് ഇന്ദ്രദേവൻ സീതാന്വേഷണത്തിന് ശ്രീരാമൻ വരുന്ന സമയത്ത് നിനക്ക് ശാപമോക്ഷം ലഭിക്കുമായിരുന്നു ഇന്ദ്രദേവൻ പറഞ്ഞത്, ഇന്ന് എനിക്ക് ലഭിച്ച ഒരുപാട് നന്ദിയുണ്ട് ഭഗവാനെ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീരാമനെയും ലക്ഷ്മണനെയും പ്രദക്ഷിണം വെച്ചിട്ട് കബന്ധൻ എന്ന് പറയുന്ന രാക്ഷസന് മോക്ഷം കിട്ടിയിട്ട് ആ ഗന്ധർവ രാജാവ് അവിടെ നിന്ന് പോവാണ്. അതും കഴിഞ്ഞ് പിന്നെയും നടന്നു പോകുന്ന സമയത്ത് ഒരു ആശ്രമത്തിലെത്താണ് ശ്രീരാമനും ലക്ഷ്മണനും. ശബരി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ആശ്രമത്തിലാണ്. ആ സ്ത്രീ വന്നിട്ട് ഒരു കാട്ടാള വംശത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ്. ആ സ്ത്രീക്ക് തൻ്റെ ഗുരുക്കന്മാർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു സീതാന്വേഷണത്തിന് വേണ്ടിയിട്ട് ശ്രീരാമൻ ഈ വഴിക്ക് വരുമ്പോൾ രാമദർശനം ലഭിച്ച് നിനക്ക് മോക്ഷം ലഭിക്കും എന്നുള്ളത്. അപ്പം ഇതൊക്കെ അറിയുന്ന ശബരി ദേവി ശ്രീരാമനെ സൽക്കരിച്ച് ഇരുത്തിയിട്ട് സ്വാദിഷ്ടമായ പഴങ്ങളൊക്കെ കൊടുത്തിട്ട് ഭഗവാനെ പ്രീതിപ്പെടുത്തുകയാണ്. അപ്പൊ ശ്രീരാമനും ലക്ഷ്മണനും ഒക്കെ ആ പഴങ്ങൾ സ്വീകരിക്കുകയൊക്കെ ചെയ്യാണ്. ദേവി അനുഗ്രഹിക്കുകയാണ്. എന്നിട്ട് ദേവി ശ്രീരാമനും ലക്ഷ്മണനും പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾക്ക് രാവണനോട് യുദ്ധം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു സേനയും പടിയൊക്കെ ആവശ്യമില്ലേ, അങ്ങ് ഋഷ്യമൂകാചല പർവ്വതത്തില് സുഗ്രീവൻ എന്ന് പറയുന്ന ഒരു വാനര രാജാവും അദ്ദേഹത്തിന്റെ 4 മന്ത്രിമാരും അദ്ദേഹത്തിന്റെ തന്നെ സഹോദരനായ ബാലിയെ പേടിച്ച് ജീവിക്കുകയാണ്. സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്യാന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് സ്ഥാപിച്ച് സുഗ്രീവനെ സഹായിച്ച് രാജ്യം നേടിക്കൊടുത്തു കഴിഞ്ഞാൽ സീതാന്വേഷണത്തിന് സുഗ്രീവൻ അങ്ങേ തിരിച്ചും സഹായിക്കും എന്ന് ശബരി പറഞ്ഞു കൊടുക്കുകയാണ് ശ്രീരാമന്. ആ സമയത്ത് ശരി എന്ന് പറഞ്ഞിട്ട് ശബരിയുടെ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതുപോലെ ചെയ്യാം ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് ശ്രീരാമനും ലക്ഷ്മണനും അവിടെ നിന്ന് പോകുന്ന സമയത്ത് തൻ്റെ ശരീരം ഹോമകുണ്ഡത്തിലേക്ക് അഗ്നിയിലേക്ക് അർപ്പിച്ച് ശബരിയും മോക്ഷം സ്വീകരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെയും ശ്രീരാമനും ലക്ഷ്മണനും ഋഷ്യമൂകാചലം ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് എന്തൊക്കെ സംഭവിക്കും, ഋഷ്യമൂകാചലത്തിൽ ആരൊക്കെ ഉണ്ട്, എന്തൊക്കെയാണ് ഇനി കഥയുടെ വഴിത്തിരിവുകൾ എന്നുള്ളത് നമുക്ക് നാളത്തെ കഥയിൽ മനസ്സിലാക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭദിനം നേരുന്നു.